അസ്സലാമലൈക്കും. വെൽക്കം ടു ഉസ്കാർ ഹെന്ന. മൈലാഞ്ചി ഇടാൻ ഇഷ്ടമുള്ളവർക്കും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസാണ് ഈ ചാനലിലൂടെ പറയുന്നത്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ മണ്ഡല ഡിസൈനിങ്ങിൻ്റെ കോഴ്സിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പാർട്ട് കഴിഞ്ഞത് രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ മണ്ഡലിനെ പറ്റി കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മണ്ഡല ഡിസൈൻസിൽ യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പാണ്. റൗണ്ടിൽ തന്നെ വരണ സ്വേള്, അങ്ങനെ റൗണ്ടിൽ തന്നെ കുറച്ച് വെറൈറ്റീസാണ് ഈ കാണിക്കുന്നത്. പറഞ്ഞിരുന്നു മണ്ഡല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വട്ടം, വൃത്തം ഇതിലുള്ള ഡിസൈനിങ്ങിൻ്റെ പ്രോഗ്രഷനാണ് മണ്ഡല ഡിസൈൻ എന്ന് പറയുന്നത്. ഞാൻ പെൻ വെച്ചിട്ട് കാണിച്ചിട്ട് കോൺസ് വെച്ചിട്ടും കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ തിക്കൻ ചെയ്ത് നമുക്ക് ചെയ്യാം. ഇനി ഈ റൗണ്ടിന് ചുറ്റുമുള്ള ഡിസൈൻ്റെ പ്രോഗ്രഷനാണ് മണ്ഡല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പല എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പറഞ്ഞിരുന്നു ആദ്യം നന്നായി വട്ടം വരച്ച് പഠിക്കണം. പിന്നെ അതിൻ്റെ ചുറ്റും നമ്മൾ ബോർഡർ വരയ്ക്കുമ്പോൾ അതിനിടയിലുള്ള ഗ്യാപ്പ് കറക്റ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്ത എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രില്ല് അല്ലെങ്കിൽ ഹമ്പ് എന്ന് പറയും. ഫ്രിൽസ് ഓർ ഹംസ് എന്ന് പറയും. സ്ട്രെയിറ്റ് ലൈനിൽ നമ്മളിങ്ങനെ വരക്കും. അതിന് പകരം മണ്ഡലയിലായതുകൊണ്ട് നമ്മളത് റൗണ്ട് ഇട്ടിട്ട് റൗണ്ടിന് ചുറ്റുമാണ് ഫ്രില്ല് ചെയ്യണത്. ഫ്രില്ലാണ് ചെറിയ ഫ്രിൽസ് നമുക്ക് യൂസ് ചെയ്യാം, വലിയ ഫ്രിൽസും യൂസ് ചെയ്യാം. ഈ റൗണ്ടും ഫ്രില്ലും ഈ ഒരു ഫ്രിൽ ഫ്ലവർ വെച്ചിട്ട് മണ്ഡല നന്നായിട്ട് നല്ല സിമ്പിളായിട്ടുള്ള മണ്ഡല നമ്മുടെ കൈയുടെ പുറത്തൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസൈനിങ് ആണത്. ഇനി നമുക്ക് അതിന് പുറത്തു കൂടെ കുറച്ചും കൂടെ വലിയൊരു ഫ്രില്ലും കൂടെ വരയ്ക്കുമ്പോൾ ശരിക്കും ഒരു ഫ്ലവർ ലുക്ക് നമ്മുടെ മണ്ഡല ഡിസൈനിന് വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഡോട്ട്സ് അല്ലെങ്കിൽ ഡ്രോപ്സ് വെച്ചിട്ടുള്ള ഡോട്ട്സ് വെച്ചിട്ടുള്ള ഡിസൈനാണ്. ഞാനത് പെൻ വെച്ച് വരയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഡോട്ട് വരയ്ക്കുന്നത്. നമ്മൾ കോൺസ് വെച്ച് വരയ്ക്കുമ്പോൾ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡോട്ടായിട്ട് വരും. ഒരു കുത്ത് പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്ത് പോലെ നിൽക്കുന്ന ഒരു എഫക്റ്റാണ് ഡോട്ട്സിന് വരാം. ഡോട്ട്സ് നമുക്ക് ഈ റൗണ്ടിന് ചുറ്റും നമ്മുടേതായ ഐഡിയയിൽ എന്ത് ഐഡിയയിലും നമുക്ക് ഡോട്ട് വെച്ചിട്ടുള്ള ഡിസൈൻസ് ചെയ്യാം. ഞാൻ ഒരെണ്ണം എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ കണ്ടതും നമ്മുടേതായ ഒരു ആർട്ട് വർക്ക് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. നമ്മുടെ ഒരു ഐഡിയക്ക് ചെയ്യാൻ പറ്റും. പല വേരിയേഷനിൽ നമുക്ക് വെറൈറ്റിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് റൗണ്ട് ഇതേപോലെ ചെറിയ റൗണ്ട് കൊടുത്തിട്ട് ഒന്നിടവിട്ടുള്ളത് തിക്കൻ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ഞാൻ 2-3 എക്സാമ്പിൾ കാണിച്ചു എന്ന് മാത്രം കേട്ടോ. ഇനി അടുത്ത എലമെൻറ്റ് എന്ന് പറയുന്നത് ലീവ്സ് അല്ലെങ്കിൽ ഡ്രോപ്സ്. ലീവ്സും ചെയ്യാം, ഡ്രോപ്സും ചെയ്യാം. ഞാൻ ജസ്റ്റ് പെൻ വെച്ചിട്ട് ലീഫ് ഇങ്ങനെ വരയ്ക്കാമെന്ന് കാണിക്കാം. പെൻ വെച്ച് ചെയ്യുമ്പോൾ ഈ തിക്കൻ ചെയ്യണ ഒരു പോർഷൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഹോൺ വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് പ്രഷർ കൊടുത്ത് നമുക്ക് പെട്ടെന്ന് കൺട്രോളിൽ വരുത്താൻ പറ്റും. ലീവ്സ് എങ്ങനെയൊക്കെ നമുക്ക് മണ്ഡലയിൽ അല്ലെങ്കിൽ ഒരു റൗണ്ടിന് ചുറ്റും എങ്ങനെ അതൊരു സിമെട്രിക്കായിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. നമ്മൾ റൗണ്ട് നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യണം ശരിക്കും. നമ്മുടെ സാധാരണ ഇല ഷേപ്പിലുള്ളത് വരച്ചിട്ട് അതിന് ചുറ്റും നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ മണ്ഡല ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലവിധ എലമെൻറ്റ്സ് അതിൻ്റെ ഐഡിയാസാണ് പറയുന്നത്.
നിങ്ങൾ ആദ്യം പെൻ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട്, അതായത് ആ ഒരു ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ കോണിൻ്റെ തന്നെ പ്രഷർ വെച്ചിട്ട് വേരി ചെയ്ത് തന്നെ പഠിക്കണം. എന്നാലാണ് മെഹന്തി ഡിസൈൻ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്തത് നമുക്ക് ഫ്രില്ല്, റൗണ്ടിന് ചുറ്റും ഫ്രില്ല് വരച്ചിട്ട് അതിന് ചുറ്റും ഇതേപോലെ ലീവ്സ് കൊടുക്കാം. വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു ഡിസൈനാണത്. ഞാൻ 2 ലെയർ ഫ്രില്ല് വരയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഓരോ എലിമെൻറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് നമ്മളിതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ബിഗിനേഴ്സിനുള്ളൊരു ഹെന്ന ട്യൂട്ടോറിയലായിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതുകൂടെ റെഫർ ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ എലിമെൻറ്റും എങ്ങനെയാണ് വരയ്ക്കണതെന്ന് നമ്മളതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ കുറേ സ്റ്റെപ്സും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് കോമൺലി കണ്ടുവരുന്ന ഒരു ഇൻട്രിക്കേ ഡിസൈൻസിൽ കണ്ടുവരുന്ന ഒരു ഡിസൈനാണ്. അത് ഞാൻ സാധാരണ കയ്യിൽ സ്ട്രേറ്റ് ലൈനിലാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു മണ്ടലയിൽ അതെങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും ലീഫ് വെച്ചിട്ട് ഇനി നമുക്ക് ഡ്രോപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒരു റൗണ്ടിന് ചുറ്റും ഡ്രോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു അപ്പിയറൻസാണ്. നമുക്കിത് ഞാനിപ്പോൾ ചുറ്റും ഓരോരോ ഡ്രോപ്സാണ് പറഞ്ഞാൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം. എല്ലാം ഒരു റൗണ്ടിന് ചുറ്റും സിമെട്രിക്കായിട്ട് വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ഫ്ലോറൽ പെറ്റൽസ്. നമ്മൾ സാധാരണ പൂ വരയ്ക്കുമ്പോൾ ഒരു ഫ്ലവർ ഒരു റൗണ്ടിന് ചുറ്റുമാണ് ഫ്ലവറിൻ്റെ പെറ്റൽസ് അറേഞ്ച് ചെയ്യണത്. അപ്പോൾ മണ്ടലയിൽ നമുക്ക് ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഫ്ലോറൽ ഡിസൈൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ചില ഏതൊക്കെ പെറ്റൽസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതെന്ന് മാത്രം. മറ്റേത് സാധാരണ വലിയ ഫ്രിൽ ഫ്ലവർ വെച്ചിട്ടുള്ള വലിയ ഫ്ലവർ, ഇത് ലവ് പെറ്റൽ വെച്ചിട്ടുള്ള ഒരു ലവ് പോലത്തെ ഫ്ലവറാണ്. അതിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് ലവിൻ്റെ ആണ്. ഇത് നമ്മൾ ചെറിയതായിട്ട് ഒരു റോസ് ഫ്ലവറിൻ്റെ അപ്പിയറൻസ് കിട്ടുന്ന നമ്മുടെ സൈഡ്സ് തിക്കൻ ചെയ്തിട്ട് വരയ്ക്കുന്ന ആ ഒരു പെറ്റലാണ്. ഈ ഓരോ എലമെൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതിൻ്റെ ലിങ്ക്. ഇത് ഒരു പെറ്റിൽ തന്നെ 3, അതായത് ഒരു ലവ് ചിഹ്നത്തിന് നടുക്കായിട്ടൊരു ഡ്രോപ്പിൻ്റെ ഇതും കൂടിയിട്ട് 3 കുനിപ്പ് വരണ വേറെ ലവ് പെറ്റൽ പോലെ തന്നെ അതിൻ്റെ വേറൊരു വെറൈറ്റി. അപ്പോൾ ഇതിന് ചുറ്റുമൊക്കെ നമുക്ക് നമ്മുടെ മണ്ഡല ഡിസൈൻ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവരാം. ഇതൊരു യു ഷേപ്പ് പെറ്റൽ വരച്ചിട്ട് അതിൽ നിന്ന് അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരുന്ന ഒരു ഫ്ലവറാണ്. ഇത് വേറൊരു ഷേപ്പ്. റൗണ്ടിന് ചുറ്റും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ടിന് ചുറ്റും നമ്മൾ മണ്ഡല ചെയ്യുമ്പോൾ അത് ഏകദേശം ഒരു ഈക്വൽ ഇതിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് വരച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ആദ്യം കറക്റ്റ് എല്ലാം ഒരേപോലെ വന്നില്ലെങ്കിലും
നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വരച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വരച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഞാൻ വരച്ചൊരു ശീലമുള്ളത് കൊണ്ടാണ് അതങ്ങനെ കാണിക്കാത്തത്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യണതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരെണ്ണം ഒരു പെറ്റൽ വരച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് അടുത്ത് വരച്ച് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആ റൗണ്ടിന് ചുറ്റും കറക്റ്റ് ഏകദേശം വരത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് മണ്ഡല ആർട്ട് ഡിസൈൻസിൽ ഒക്കെ ഉള്ള ഒരു ഫ്ലവറാണ്. ഇത് ചുറ്റിലും വലിയ റൗണ്ട് ആയി കഴിയുമ്പോൾ ഇത് ചുറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് നമുക്ക് നമ്മുടെ മണ്ഡല ഡിസൈൻ കിട്ടാറുണ്ട്. ഇനി അടുത്തത് നമുക്ക് ലവ് എലമെൻറ്റ് എങ്ങനെ ഇതിനെ ചുറ്റും നമ്മൾ പെറ്റലായിട്ട് വരച്ചതല്ല, അല്ലാതെ നമ്മൾ കയ്യിലൊക്കെ ചെയ്യുന്ന ഡിസൈൻ തന്നെ ഇത് റൗണ്ടിൻ്റെ അകത്തുകൂടെ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ എങ്ങനെ വരും എന്നുള്ളത് കാണിച്ചു തരാം. റൗണ്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ആ ഡിസൈൻ നമ്മളൊന്ന് വളച്ച് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യണ പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള പോർഷൻസ് നമ്മൾ ഇതേപോലെ തിക്കൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഡിസൈൻ നമ്മൾ ചെയ്ത വർക്ക് നെഗറ്റീവ് സ്പേസിങ് ചെയ്യണ പോലെ നല്ല എഫക്റ്റായിട്ട് നല്ല എടുത്ത് നമുക്ക് കിട്ടും, നന്നായിട്ട് കാണാനായിട്ട് പറ്റും. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നെഗറ്റീവ് സ്പേസ് എങ്ങനെ ഇതിനകത്ത് മണ്ഡലയിൽ ചെയ്യാമെന്ന് നമ്മൾ 2 തരം അത് ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതുപോലെ റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നെഗറ്റീവ് സ്പേസിങ് കൊടുക്കും. എന്നിട്ട് അതിന് ചുറ്റും ആണ് ബാക്കി ഡിസൈൻസ് പ്രോഗ്രസ് ചെയ്ത് വരുന്നത്. അതൊരു മെത്തേഡാണ്. പിന്നെ ഒരു മെത്തേഡ് നമ്മൾ റൗണ്ട് എല്ലാം ഡിസൈൻ കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തുകൂടെ നെഗറ്റീവ് സ്പേസിങ് ചെയ്യണം. അത് മെത്തേഡും കാണിച്ചു തരാം. 2 മെത്തേഡിലും കുറച്ച് കോമൺ ആയിട്ട് കാണുന്ന എലമെൻറ്റ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡിസൈൻസ് കാണിച്ചു എന്ന് മാത്രം. കൈ നിറച്ച് ഡിസൈൻ ഇടാതെ കുറച്ച് പോർഷനൊക്കെ ഇടണ കൂടുതൽ ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ഒരു യൂത്തിനൊക്കെ അങ്ങനത്തെ ഡിസൈൻസാണ് കൂടുതൽ ഇഷ്ടം. നമ്മൾ ബ്രൈഡൽ അല്ല, ഇപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഹെന്ന ചെയ്യുമ്പോൾ പാർട്ടി ഹെന്ന ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലത്തെ കുറച്ച് പോർഷൻ ഒഴിഞ്ഞെടുക്കും. ഇപ്പോൾ മണ്ഡലയാകുമ്പോൾ നമ്മുടെ ആ ഒരു റൗണ്ട് പോർഷൻ മാത്രമേ കൈ ഫില്ലാവുന്നുള്ളൂ, ബാക്കി പോർഷൻ ഒഴിഞ്ഞെടുക്കണം. അങ്ങനത്തെ ഡിസൈനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് മണ്ഡല നല്ല ഇഷ്ടപ്പെടും. കൈയുടെ പുറത്തും ഉള്ളിലും കാലിൻ്റെ പുറത്തും എവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണത്. ഡിഫറെൻറ്റ് മെത്തേഡിൽ നെഗറ്റീവ് സ്പേസിങ് ഡിഫറെൻറ്റ് ഫ്ലോറലും അതിൻ്റെ ബാക്കി എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നെഗറ്റീവ് ഇങ്ങനെ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇത്ര നേരം നമ്മൾ റൗണ്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് സ്പേസിങ് ചെയ്യണതാണ് കാണിച്ചത്. ഇനി നമുക്ക് ഒരു റൗണ്ടിന് ചുറ്റും നമ്മുടെ ഡിസൈനിങ്ങും നമ്മുടെ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് അതിന് ചുറ്റും നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന നെഗറ്റീവ് സ്പേസിങ് ആണ്, മണ്ഡലയിൽ കണ്ടുവരുന്നതാണ്.
ഇത് നമ്മൾ താമര വെച്ചിട്ട് ഇതേപോലെ തന്നെ ഇതിന് ചുറ്റും താമര വെച്ചിട്ടും നെഗറ്റീവ് സ്പേസ് കൊടുക്കാറുണ്ട്. ആ ഒരു ഡിസൈൻ കാണിച്ചെന്ന് മാത്രം. ഓൺലൈനായിട്ടുള്ള ഹെന്ന കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ക്ലാസ്സുകൾ ചെയ്യാം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജുണ്ട് ഓസ്കാർ ഹെന്ന എന്ന്. നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സൊക്കെ നമുക്കതിനകത്ത് കൊടുക്കാറുണ്ട്. പിന്നെ മെസ്സേജസൊക്കെ അതിനകത്ത് അയക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് റിപ്ലൈ തരാനും ഒക്കെ സാധിക്കാറുണ്ട്. ഓക്കെ, ഇനി എട്ടാമത്തെ ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് ഫില്ലിങ് അല്ലെങ്കിൽ ഗ്രിഡ്സ്. രണ്ടും നമുക്ക് കൊടുക്കാം. നമ്മൾ കയ്യിൽ ചെയ്യണ ഫില്ലിങ് ഗ്രിഡുകളൊക്കെ ഇതേപോലെ റൗണ്ടിൻ്റെ ഉള്ളിലും നമുക്ക് ചെയ്തിട്ട് അതിന് ചുറ്റും മണ്ടല ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് എലമെൻറ്റ്സ്, യൂഷ്വലി കണ്ടുവരുന്ന കുറച്ച് എലമെൻറ്റ്സാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഗ്രിഡ്സ് തന്നെ നമ്മൾ ഗ്രിഡ്സൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മണ്ടലയിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ റൗണ്ട് നന്നായിട്ട് വരച്ച് ആദ്യം പഠിക്കണം. എന്നിട്ട് വേണം ഇത്. പിന്നെ അതിന് ചുറ്റുമുള്ള ഡിസൈനിങ് വരുമ്പോഴും നമ്മൾ കുറച്ചും കൂടെ ഈ ഒരു റൗണ്ടിന് പുറത്തു കൂടെ വേറൊരു റൗണ്ട് വരയ്ക്കുമ്പോൾ അതിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് കറക്റ്റായിരിക്കും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എന്നാലാണ് മണ്ടല ഭംഗിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഏകദേശം ഇത്രയും എലമെൻറ്റ്സ് ഒക്കെയാണ് നമ്മുടെ മണ്ടല ഡിസൈനിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നത്. ഞാൻ മാക്സിമം റെഫർ ചെയ്തിട്ട് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി ഇനി ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മണ്ടലാസും കുറച്ച് സിമ്പിളായിട്ടുള്ളതും ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള മണ്ടലാസ് നമുക്ക് വരുന്ന വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾ കൂടെ പേപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയലിൽ കോൺസ് ഉപയോഗിച്ചിട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിലാണ് നിങ്ങളുടെ ഒരു മെഹന്തി ഡിസൈനിങ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. പ്രാക്ടീസ് ചെയ്ത് എന്തായാലും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ആർട്ടാണ് ഹെന്ന ആർട്ട്. ഓക്കെ, താങ്ക് യു.